ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ, നിൻ കണ്ണിലെന്തി കൊമ്പ് കൊണ്ടതെങ്ങിനാണ്? ആഹാ ഹാ 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 ആഹാ ഹാ. മയക്കുന്ന മയിൽ പീലി മിഴിണകൾ, മന്മഥന്റെ മലരമ്പിൻ ആവനാഴികൾ, മന്ദഹാസമഴയിൽ ഞാൻ നനഞ്ഞുവല്ലോ, നിന്റെ മനസ്സെന്ന പുഴയിൽ ഞാൻ കുളിച്ചുവല്ലോ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, നീ എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കുടകിലെ വസന്തമായി നിറഞ്ഞവൾ നീ, എൻ കരളിൻ്റെ പുത്തരിയായി നിറഞ്ഞവൾ നീ. കുടകിലെ വസന്തമായി വിടർന്നവൾ നീ, എൻ കരളിൻ്റെ പുത്തരിയായി നിറഞ്ഞവൾ നീ. എൻ്റെ ലോകം വാനം പോലെ വളർന്നുവല്ലോ, എൻ ഹൃദയം തിങ്കളെ പോൽ തെളിഞ്ഞുവല്ലോ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ, നിൻ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ടതെങ്ങിനാണ്? അബി, എന്തോ ഭയങ്കര ഫീലായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് പാട്ട് സെലക്ട് ചെയ്യാൻ ഭയങ്കര ടഫ് ആയിരുന്നോ? ഓ, ടഫ് ഉണ്ടായിരുന്നു. എടാ, മൈക്ക് മര്യാദക്ക് പിടിക്കാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു? ഞങ്ങളിവിടെ ഇങ്ങനെ മൈക്ക് മര്യാദക്ക് പിടിക്കണം. നമ്മൾ എത്ര തവണയായി ശരത് സർ പറയുന്നു? അങ്ങനെ പിടിക്കണം. ഓക്കെ, പാട്ട് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നോ? ടഫ് ഉണ്ടായിരുന്നു. ടഫ് ഉണ്ടായിരുന്നു. എവിടെ അവളവിനോ? എവിടെ ഉണ്ടായിരുന്നു? ടഫായിരുന്നു. പാടായിരുന്നു. ഭയങ്കര പാടാ, ജീവിക്കാൻ വലിയ പാടാ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. മഞ്ജരി ചേച്ചി, എന്താണ് ആ ഷർട്ടിൽ എഴുതിയിരിക്കുന്നത്? ആൽഫബറ്റ്സ് ആണോ? പി ഉണ്ട്, എ ഉണ്ട്, എസ് എല്ലാം ഉണ്ട്. പാസ്. അതല്ല, പി ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട്. പിന്നെ ഞാനെന്ത് പറഞ്ഞു, ഒരു എസും കൂട്ടാ കൊള്ളാൻ മോനെ.
കൊറേ എസ് ഉണ്ട്. എന്തായാലും പാസ്സായി, സൂപ്പറായി, ഗംഭീരായി പാടി. താങ്ക് യു മാം. എനിക്ക് മോനെ പാടിയതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചരണത്തില് പുത്തരിയായി, അത് മനോഹരായിരുന്നു. ആ സംഗതി വളരെ ക്ലീൻ ആയിരുന്നു, താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ. അതുപോലെ എൻ ഹൃദയം, അത് ഹൃദയത്തിൽ നിന്ന് വന്നു. ആ എൻ ഹൃദയം ബ്യൂട്ടിഫുൾ, നല്ല വോയിസ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫീമെയിൽ നിന്ന് മെയിലിലേക്ക് മാറുന്ന ഒരു ടൈമാണ്, പക്ഷെ ഈ വോയിസ് സൂപ്പറാണ്. ഓൺ ദ വേ ടു മെയിൽ. ഓൺ ദ വേ ടു മെയിൽ. പനിയും ചുമയുണ്ട് ഇപ്പോഴും. ആണോ? അയ്യോ, നന്നായി മോനെ. ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് പ്രശ്നം. ശരി, ഇനി പറഞ്ഞു. മാർക്ക് കുറച്ചു. മിണ്ടാതിരിക്കടാ. അല്ല, അത് ആ ശബ്ദം വന്നപ്പോഴത്തേക്ക് ബാക്കി ഒന്നും അല്ലാണ്ടായി. അത്രയും മനോഹരമായി. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശരത് സർ പറയും. ഞാൻ ആ വോയിസിന്റെ ഒരു ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അസലായിട്ട് ആ കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കേൾക്കാൻ. അതുകൊണ്ട് ഇനിയും നന്നാവട്ടെ. എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ചേച്ചി രഞ്ജി ചേട്ടാ ഗംഭീരമായിട്ട് പാടി. എനിക്ക് അതായത് ശരിക്കും പറഞ്ഞ ഇപ്പൊ തന്നെ അവനെ കൊണ്ടുപോയി ഒരു പാട്ട് പാടിപ്പിക്കാവുന്ന ശബ്ദമുണ്ട് ആക്ച്വലി. അതായത് ഇപ്പോഴത്തെ പ്രസന്റ് നമ്മളിപ്പോ കാണുന്ന നായകന്മാർക്ക് ചേരുന്ന ശബ്ദമായിട്ട് ഇപ്പൊ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. നായകൻ അപ്പോൾ അവൻ എനിക്ക് തോന്നുന്നു അഭിനവിന്റെ ഭയങ്കര ക്ലീൻ. ഞാൻ മഞ്ജരി പറഞ്ഞ അതേ സ്ഥലം, എൻ ഹൃദയം തിങ്കളെ പോലെ തെളിഞ്ഞുവല്ലോ, അവിടെ എത്തിയപ്പോൾ ശരിക്കും ഗൂസ് ബംസ് അടിച്ചുപോയി. പക്ഷെ അവന്റെ ശബ്ദമാണ് തിങ്കളെ പോലെ തെളിഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അത്രയും ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് സിംഗിങ്ങിൽ. പിന്നെ സംഗതികൾ മോസ്റ്റ് ഓഫ് ദി സംഗതികളും വീണു, കറക്റ്റായിട്ട് വന്ന് വീണു. ബേസ് ഒക്കെ കറക്റ്റ് ചെയ്ത് സാർ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന വല്ലപ്പോഴും കാണും. സാർ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത്, സാർ കുറച്ചേ നോട്ട് ചെയ്തുള്ളൂ. അവിടെ തന്നെ പകുതി പാസ്സായി അതിലെഴുതി വെച്ച പോലെ. ഓൾ ദി വെരി ബെസ്റ്റ് ഈ സോങ് ചൂസ് ചെയ്തതിനൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നു അഭിനവ് എന്തായാലും നാളത്തെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുന്ന എനിക്ക് ഒറ്റ കേൾവിൽ തോന്നുന്നു. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തൽക്കാലം ഇപ്പൊ പാട്ടുകളൊക്കെ ആളുകൾ പാടി, എപ്പോഴും പാട്ടൊരു ബന്ധിനെ വിളിക്കും ചേട്ടാ. വീട്ടിന്റെ മുമ്പിൽ പോയി ഓക്കെ, താങ്ക് യു ചേട്ടാ. ശരത് സർ. മക്കളെ എന്തോ സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. പല ഏരിയകളും നമുക്ക് കുറെ സന്തോഷമായി. മഞ്ജരി പറഞ്ഞിട്ട് എന്റെ ഉള്ള കോൺസെൻട്രേഷനും കൂടെ കളഞ്ഞു. കാരണം അത്ര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ രഞ്ജനാണെങ്കിലും മഞ്ജരി ആണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾ ആസ്വദിച്ചു മോൻ പാടുന്നത്. അത് കുറെ സന്തോഷം. എനിക്ക് ആകെ പറയാനുള്ളത്, അത് നീ നന്നായിട്ട് തുടക്കത്തിൽ പാടി, പിന്നെ അത് കേൾക്കുന്നില്ലായിരുന്നു. അത് എന്ത് പറ്റി എന്നുള്ളതാണ്. ഈ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും അത് നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ ഓർക്കസ്ട്ര വന്നപ്പോഴത്തേ പിന്നെ ഏറ്റുന്നതൊക്കെ അങ്ങ് കേൾക്കുന്നില്ല. കാളിദാസൻ നീ ആദ്യം പാടിയപ്പോ അത് കേട്ടത്, അത് പിന്നെ ബേസിലല്ലേ, അത് കേട്ടല്ലോ നന്നായിട്ട്. ഉടായിപ്പല്ലേ പിന്നെ ഒന്ന് പാടാമോ മക്കളെ? ചന്ദ്രബിംബം നെഞ്ചിലേറ്റും ആ സാധനം അവരുടെ പാച്ചോ അങ്ങോട്ട് തവരെ എടുത്താൽ പിന്നെ നിന്റെ സംഗതി കേൾക്കാൻ വയ്യ. അല്ലെ പാച്ചോന്റെ വിരൽ കുത്തി ഓടിക്കാം വേണോ? അപ്പൊ പിന്നെ അത് കേൾക്കണം. അതുപോലെ കാളിദാസൻ കണ്ടെടുത്ത നൈസ് ഉണ്ടടാ ഐറ്റം. ബ്യൂട്ടിഫുൾ. അതുപോലെ മോനെ ഈ ആവനാഴികൾ ചെറിയ നോട്ടൊന്ന് ഒന്നുകൂടെ കുറച്ചും കൂടെ കാണിക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. നീ അസാധ്യമായിട്ട് പാടിയടാ. താങ്ക് യു. കുറേ സന്തോഷം. കാര്യം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഡെഫിനറ്റ് ആയിട്ട് അറിയുന്നുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മാൻ. എല്ലാ അസുഖവും ഭേദമായിട്ട്. താങ്ക് യു സാർ. ഇനി മാർക്സ്, പക്ഷെ അബി ഒരുപാട് സന്തോഷം ആൻഡ് പ്രൗഡ് ആണ് നിനക്ക് വന്നിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതുപോലെ തന്നെ പോവാ. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. എനിക്ക് അറിയില്ല എന്താ റേഞ്ച് എന്ന്. റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ 9 മാർക്ക് ഓൾറെഡി ഇങ്ങനെ എഴുതി. ഔട്ട് ഓഫ് 10 അല്ലേ? 9. നമ്മളിങ്ങനെ കൂളായിട്ടൊന്നും പറയണം, ഇച്ചിരി ബിൽഡപ്പ് ഒക്കെ ഇട്ട് പറഞ്ഞു മാർക്ക് ഇതൊക്കെ കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മളെ തിരിച്ച് ചെറിയൊരു പണിയെ കൊടുക്കണം. ഓക്കെ, 9. ശരത് സർ. ചേച്ചി ചോദിക്കണ്ട. എനിക്ക് ആ ഒരു പുത്തരി എന്നുള്ളത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടൊരു
9.25. ഓ താങ്ക് യു സാർ താങ്ക് യു മാം. കണക്ക് കൂട്ടി ആ കൊച്ചു വലയും. സോ ടോട്ടൽ 27.25. ഓ അടിപൊളി സൂപ്പർ. ഇതുപോലെ തന്നെ പോണോട്ടാ. ഓ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga sa sa